സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിനം സ്വർണ്ണക്കപ്പിനായി ജില്ലകൾ തമ്മിൽ വാശിയേറിയ പോരാട്ടത്തിലാണ്. 4 ദിനം മാറിമറിഞ്ഞ പോയിന്റ് നിലയിൽ കോഴിക്കോട് ജില്ലയാണ് ഇപ്പോൾ മുന്നിൽ. 228 ഇനങ്ങളുടെ ഫലം അറിയുമ്പോൾ 901 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാർ മുന്നിട്ട് നിൽക്കുന്നു. 897 പോയിന്റുമായി കണ്ണൂർ തൊട്ടു പിന്നാലെയുണ്ട്. പാലക്കാട് 893 പോയിന്റുമായി മൂന്നാമതുമുണ്ട്. 10 വേദികളിലായി 10 ഇനങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ PC സൈഫുദ്ദീൻ കലോത്സവ നഗരിയിൽ നിന്ന് ചേരുന്നുണ്ട്. സൈഫുദ്ദീൻ, കലോത്സവത്തിന്റെ അവസാന ദിനമാണ്. ഇത്രയും ദിവസം വളരെ വർണ്ണഗംഭീരമായ കലകളുടെ ലോകത്തായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ദിനത്തോട് വിട പറയുന്നതിന്റെ ഒരു ചെറിയ സങ്കടം എല്ലാവർക്കും ഉണ്ടാകും. ഈ ചാമ്പ്യന്മാരെ നമുക്ക് എപ്പോൾ കൃത്യമായി പറയാൻ കഴിയും? 10 മത്സരങ്ങൾ കൂടിയാണ് ഇനി കഴിയാനുള്ളത്. അപ്പോൾ എപ്പോഴറിയാൻ കഴിയും ചാമ്പ്യന്മാർ സ്വർണ്ണക്കപ്പ് ആർക്കാണ് എന്നുള്ള കാര്യം? രേഷ്മ, കലോത്സവ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒട്ടേറെ മുഹൂർത്തങ്ങളും ഏടുകളും ബാക്കിയാക്കിക്കൊണ്ട് കൊല്ലം കലോത്സവവും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ബാക്കിയുള്ള 10 വേദികളിലും മത്സരം പൂർത്തിയാകുമെന്നുള്ളതാണ്. ആകെയുള്ള 239 ഐറ്റങ്ങളിൽ 228ൻ്റെയും ഫലം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ. ഇപ്പോൾ ബാക്കിയുള്ള 10 വേദികളും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. 10 വേദികളിലായി മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലുള്ള പോയിന്റ് നില പ്രകാരം കോഴിക്കോടാണ് 1-ാം സ്ഥാനത്ത്. 901 പോയിന്റുമായി 1-ാം സ്ഥാനത്തുണ്ട് കോഴിക്കോട്. ഇന്നലെ വരെ 2-ാം സ്ഥാനത്തും 3-ാമതുമൊക്കെ ആയിരുന്ന കോഴിക്കോടാണെന്ന് ഓർക്കണം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതായിരുന്നു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ കയറി വരുന്ന കോഴിക്കോടിനെയാണ് കഴിഞ്ഞ കലോത്സവങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അത് ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂർ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന കണ്ണൂർ 2-ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. 4 പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിൽ 897 പോയിന്റുമായി കണ്ണൂർ 2-ാം സ്ഥാനത്തുണ്ട്. 895 പോയിന്റുമായി എന്ന് വെച്ചാൽ 2 പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിൽ പാലക്കാട് 3-ാം സ്ഥാനത്തുണ്ട്. ഇനിയിപ്പോൾ സ്കൂളുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് ജില്ലകളുടെ പോരാട്ടത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ദൃശ്യമാകുമ്പോഴും സ്കൂളുകളുടെ പോരാട്ടത്തിൽ ഒരു ഫൈറ്റുമില്ല എന്നുള്ളതാണ്. ഗുരുകുലം, പാലക്കാട് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിന് യാതൊരു തരത്തിലുള്ള എതിരാളികളുമില്ല. 234 പോയിന്റുമായി ബഹുദൂരം മുമ്പിലാണ്. തൊട്ടു താഴെയുള്ള മൗണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആവട്ടെ 116 പോയിന്റ് മാത്രമേ ഉള്ളൂ. എന്തായാലും നേരത്തെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ ഏറെക്കുറെ ജില്ലകളുടെ തമ്മിലുള്ള പോരാട്ടത്തിൽ 117.5 പവൻ സ്വർണ്ണക്കപ്പിന്റെ പുതിയ അവകാശി ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത 1 മണിയോടുകൂടി വരും. അതായത് വിധി നിർണായകമായ 10 ഇനങ്ങൾ നിലവിൽ വിവിധ സ്റ്റേജുകളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോഴുള്ളത് ആശ്രാമ മൈതാനിലെ ONV സ്മൃതി ഹാളിൽ, ONV സ്മൃതി വേദിയിലാണ്. ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം നാടോടി നൃത്ത മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ നാടോടി നൃത്തത്തിൽ വലിയ പ്രതീക്ഷകളാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. കോഴിക്കോട് ജില്ലയുടെ മാനേജർ തന്നെ കഴിഞ്ഞ സമയം നമ്മളോടത് പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ നാടോടി നൃത്ത മത്സരത്തിൽ നിന്നും വലിയ പോയിന്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും കോഴിക്കോട് കിരീടത്തിലേക്ക് കുതിക്കുകയാണെങ്കിൽ ഈ നാടോടി നൃത്ത മത്സരത്തിലെ പോയിന്റ് നിർണായകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പരിചമുട്ടാണ് വേദി 2-ൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വേദി 3 കേരള നടനത്തിലും കോഴിക്കോട്ടുകാർക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. വേദി 5-ൽ ഇംഗ്ലീഷ് സ്കിറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വേദി 13ലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വഞ്ചിപ്പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വഞ്ചിപ്പാട്ടിൽ കണ്ണൂരിന് വലിയ പ്രതീക്ഷകളുണ്ട് എന്നവർ പറയുന്നുണ്ട്. വേദി 15-ൽ വയലിൻ വെസ്റ്റേൺ നടന്നുകൊണ്ടിരിക്കുന്നു. വയലിനിലും കോഴിക്കോട് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ കോഴിക്കോട് തന്നെ കിരീടം നിലനിർത്താനുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. പക്ഷെ കണ്ണൂർ വലിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. വലിയ പോരാട്ട വീര്യം അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. ആദ്യത്തെ 2 ദിവസങ്ങളിലൊക്കെ ആദ്യത്തേറെ കൊല്ലം 1-ാം സ്ഥാനത്തുണ്ടായിരുന്നു. അപ്പോൾ കൊല്ലം പുതിയ അവകാശികളാകുമോ എന്ന് നമ്മൾ ആദ്യത്തെ 2 ദിവസങ്ങളിലൊക്കെ കരുതപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെയില്ല. കോഴിക്കോട് തന്നെ നിലനിർത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കണ്ണൂർ വലിയ ചെറുത്തുനിൽപ്പുമായി വലിയ പോരാട്ട വീര്യം കാണിച്ചുകൊണ്ട് കോഴിക്കോടിന് തൊട്ട് പിറകിൽ തന്നെയുണ്ട്. എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10 ഇനങ്ങൾ അങ്ങേയറ്റം വിധി നിർണായകമാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അതിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ അറിയാൻ കഴിയും. വൈകിട്ട് 4:30 സമാപന സമ്മേളനം നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മമ്മൂട്ടി മുഖ്യാതിഥിയാകും. ആ അർത്ഥത്തിൽ കൊല്ലം കലോത്സവം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്നു. പരിസമാപ്തിയുടെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രേഷ്മ.
ശരി, സൈഫുദ്ദീൻ, കലോത്സവ നഗരിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. 10 ഇനങ്ങൾ കൂടി ഇനി പൂർത്തിയാകാനുണ്ട്. അതിനുശേഷമായിരിക്കും സ്വർണ്ണക്കപ്പ് ആർക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവുക. ഇപ്പോൾ കോഴിക്കോട് ജില്ല മുന്നിട്ട് നിൽക്കുകയാണ്. പ്രധാന വേദികളിലടക്കം മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്.